സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന വാമ്പയർ വിഭാഗത്തിൽപ്പെടുന്ന നായിക അവഗണനയെല്ലാം തരണം ചെയ്യാൻ പുതിയ നഗരത്തിലേക്ക് വരുന്നതും അവൾ വാമ്പയറാണെന്ന് തിരിച്ചറിയാതെ അവളെ സ്നേഹിക്കുന്ന നായകൻ്റെയും ഒരു റൊമാൻസ് ഡ്രാമയാണ് 2015 പുറത്തിറങ്ങിയ ഓറഞ്ച് മർമലേഡ് എന്ന ഡ്രാമ. അപ്പോൾ ടൈം ഒട്ടും വേസ്റ്റ് ആക്കാതെ തന്നെ ഡ്രാമയിലേക്ക് പോവാം. അതോടൊപ്പം തുടർന്നുള്ള എപ്പിസോഡ് കാണുന്നതിന് വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ ബാഗ്മാരി ട്രെയിനിൽ ഇരുന്നുകൊണ്ട് ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നതാണ്. ഞാനും വരട്ടെ, നമുക്ക് ഒരുമിച്ച് പോവാമെന്നൊക്കെ ബാഗ്മാരി പറയുമ്പോൾ, നീ ഞങ്ങളുടെ കൂടെ വരണ്ട, നീ ഒരു മോൺസ്റ്റർ ആണ് എന്നൊക്കെ കുറെ പിള്ളേർ ചേർന്ന് പറയുന്നുണ്ട്. ഞാൻ മോൺസ്റ്റർ അല്ല, നിർത്ത് എന്നൊക്കെ പറയുന്നതായി അവൾ ഫ്ലാഷ് ബാക്കിൽ ആലോചിക്കുന്നു. ഇതേ സമയം ട്രെയിനിൽ ബാഗ്മാരിയുടെ അടുത്തിരിക്കുന്ന ആൾ അപ്പുറത്തെ സ്ത്രീയുടെ കാലിൽ തൊട്ടുകൊണ്ട് ഹറാസ് ചെയ്യുകയായിരുന്നു. ആ സ്ത്രീയാണെങ്കിൽ ഒന്നും പുറത്തു പറയാൻ കഴിയാതെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ നായിക നിർത്ത് എന്ന് പറയുന്നത്. ഫ്ലാഷ് ബാക്കിന്റെ ആലോചനയിൽ ഇറിറ്റേറ്റ് ആയതുകൊണ്ടാണ് ബാഗ്മാരി അങ്ങനെ പറയുന്നത്. പക്ഷെ പെട്ടെന്ന് എല്ലാവരും അവളെയും അവളുടെ അടുത്തിരിക്കുന്ന ആളെയും നോക്കി. അവരെല്ലാം അയാളെ നോക്കിയത് അയാൾ എന്തോ ഒരു തെറ്റ് ബാഗ്മാരിയോട് ചെയ്ത പോലെയായിരുന്നു. അത് കണ്ടപ്പോൾ അയാൾ ബാഗ്മാരിയോട് തട്ടിക്കയറിക്കൊണ്ട്, ഞാൻ എന്ത് ചെയ്തിട്ടാ നീ ഒച്ച വെച്ചത്? ഞാൻ നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ. ആൾക്കാരുടെ നോട്ടം കണ്ടാൽ ഞാൻ എന്തോ തെറ്റ് ചെയ്ത പോലെയാണെന്നൊക്കെ പറഞ്ഞ് അയാൾ അവിടെ നിന്ന് എണീച്ചു പോവാൻ തുടങ്ങുമ്പോൾ ഉപദ്രവം സഹിച്ചുകൊണ്ടിരുന്ന സ്ത്രീ അയാളെ തട്ടിയിടുന്നു. ഇവൻ എന്നെ ഇത്രയും നേരം ഹറാസ് ചെയ്തത് ഞാൻ ക്ഷമിച്ചിരിക്കുകയായിരുന്നു. ഇയാൾ എന്നെ ഉപദ്രവിച്ചത് കൊണ്ട് ഇവനെ പോവാൻ സമ്മതിക്കരുതെന്ന് പറഞ്ഞ് അവൾ അയാളെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയായിരുന്നു. ഇതേ സമയം അയാളെ തട്ടിയിട്ടപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് നിലത്ത് പോയ ഒരു ജ്യൂസ് പാക്ക് ബാഗ്മാരി എടുക്കാൻ ശ്രമിക്കുന്നു. അത് ആരോ കയറി ചവിട്ടി പൊട്ടിച്ചത് കൊണ്ട് അത് പൊട്ടിപ്പോകുന്നു. പൊട്ടിയപ്പോഴാണ് എല്ലാവരും അറിഞ്ഞത് അതിന്റെ ഉള്ളിൽ ചോരയായിരുന്നു എന്ന്. ഇത് തെറിച്ചതാണെങ്കിലോ ബാഗ്മാരിയുടെ മുഖത്തായിരുന്നു. എല്ലാവരും വാമ്പയർ എന്ന് അലറിക്കൊണ്ട് ഓടി അയാളുടെ അടുത്തേക്ക് ചെല്ലുന്നു. അന്നേരം അയാൾ എല്ലാവരെയും ഒറ്റ നോട്ടം നോക്കി. അയാളുടെ കണ്ണെല്ലാം വയലറ്റ് കളറായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും അതുകൊണ്ട് പേടിച്ചു പോയി. അപ്പോഴേക്കും നമ്മുടെ നായകനായ ജെർമിൻ നമ്മുടെ ബാഗ്മാരിയുടെ അടുത്ത് വന്ന് നിന്ന്, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നീ ഓക്കെ ആണോ? നിന്നെ സ്കൂളിൽ കൊണ്ടുവിടണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ബാഗ്മാരി ആണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ ആ ബ്ലഡിൽ നോക്കിക്കൊണ്ട്, ഈ ബ്ലഡ് എന്താ ഇത്രയും സ്വീറ്റ് ആയിരിക്കുന്നതെന്നൊക്കെ ആലോചിക്കായിരുന്നു. അപ്പോൾ ജാമിൻ ഒന്നും കൂടി അടുത്തേക്ക് വന്ന്, നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് ഇവളിവനെ നോക്കുമ്പോൾ വാമ്പയർ വിഷനിൽ ബ്ലറായാണ് കാണുന്നത്. ഇവളിവന്റെ ഫേസ് ക്ലിയർ ആയി കാണുന്നില്ല, പക്ഷെ ഇവൾക്ക് ബ്ലഡിന്റെ സ്മെല്ല് കിട്ടുന്നുണ്ട്. ബാഗ്മാരി ആണെങ്കിൽ അവന്റെ ബ്ലഡ് കുടിക്കണമെന്ന ആഗ്രഹത്തോടെ അവന്റെ അടുത്തേക്ക് നീങ്ങി കടിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അവൾക്ക് ഇറങ്ങേണ്ട സ്റ്റേഷൻ എത്തിയെന്ന് അനൗൺസ് ചെയ്യുന്നു. അത് കേൾക്കുമ്പോഴേക്കും ബാഗ്മാരിക്ക് ബോധം വരുന്നു. അതുകൊണ്ട് അവൾ വേഗം തന്നെ എഴുന്നേറ്റ് ഓടി. അതെല്ലാം കണ്ടു നിന്ന ജാമിൻ അവളെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ഇങ്ങനെ പോയാൽ നീ ലേറ്റ് ആവുമെന്ന്. ബാഗ്മാരി ആണെങ്കിൽ നേരെ ഓടി ചെല്ലുന്നത് വാഷ്റൂമിലേക്കാണ്. അവിടെ ചെന്ന് അവൾ ബ്ലഡൊക്കെ തുടച്ചു കളയുന്നതിന് ഇടയ്ക്ക് അത് ടേസ്റ്റ് ചെയ്തിട്ട് ഇത് എന്തുകൊണ്ടാണ് ഇത്രയും സ്വീറ്റ് എന്ന് ആലോചിക്കുന്നു. അപ്പോൾ അവളുടെ മനസ്സ് അവളോട് തന്നെ പറയുന്നുണ്ട്, എന്തിനു ഞാൻ ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നത്? ഒരു വാമ്പയറായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊക്കെ കൺട്രോൾ ചെയ്യണമെന്ന്, ഒരു മനുഷ്യന്റെ പോലെ ജീവിക്കണമെന്നാണ് അവളുടെ ആഗ്രഹം എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. പിന്നീട് ബാഗ്മാരി സ്കൂളിലെത്തിയിട്ട് അവിടെ വെച്ച് പറയുന്നുണ്ട്, ഞാൻ വാമ്പയർ ആണെന്ന് സത്യം ആരും മനസ്സിലാക്കാതെ തന്നെ ഞാൻ അവിടുന്ന് ഗ്രാജുവേറ്റ് ആവും എന്നൊക്കെ. അങ്ങനെ ക്ലാസ്സിലെത്തുമ്പോൾ ജെർമിനായിരിക്കും ബോർഡിൽ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊന്നും ബാഗ്മാരി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ടീച്ചർ അവളെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തിട്ട് അവൾക്ക് ഇരിക്കാനുള്ള സീറ്റ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇന്റർവ്യൂ സീനാണ് കാണിക്കുന്നത്. എല്ലാവരും കാലത്ത് ലീക്കായ വാമ്പയറിന്റെ ന്യൂസാണ് കാണുന്നത്. വീഡിയോയുടെ ഇടയിൽ ബാഗ്മാരി അവിടെ ഇരിക്കുന്നതായി കാണിക്കുന്നുണ്ട്. എല്ലാവരും അത്ഭുതത്തോടെ ഇത് പുതുതായി വന്ന കുട്ടിയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. എന്നിട്ട് അവളോട് കുറെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. വാമ്പയറിന്റെ പല്ല് കണ്ടോ? നീ വാമ്പയറിന് ചുമന്ന കണ്ണാണോ മഞ്ഞ കണ്ണായിരുന്നോ? അത് തല റാബിറ്റിന്റെ പോലെ ആയിരുന്നോ? നിനക്ക് പേടിയൊന്നും ആയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവൾക്ക് ഇറിറ്റേഷനായിട്ട് അവളുടെ കഴുത്തിലുള്ള കുരിശുമാല കാണിച്ചിട്ട്, ഇത് ഉള്ളത് കൊണ്ട് എന്നെ വാമ്പയേഴ്സ് ഒന്നും ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. അവൾ പറഞ്ഞത് കള്ളമാണെങ്കിലും എല്ലാവരും അത് വിശ്വസിച്ച് അവിടെ നിന്ന് പോകും. ഇതേ സമയം നമ്മുടെ പഠിപ്പിയായ ജാമിൻ ലൈബ്രറിയിൽ വന്നിട്ട് വാമ്പയേഴ്സ് എവിടെ നിന്നാണ് ഉണ്ടായത് എന്നുള്ള കാര്യവും വാമ്പയേഴ്സ് വുമൻസിന്റെ പോലെ ആയിരിക്കും കാണപ്പെടുന്നത് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അവനാണെങ്കിൽ വാമ്പയേഴ്സിനെ ഇഷ്ടമേ അല്ല. ഇവരെയെല്ലാം നശിപ്പിച്ച് കളഞ്ഞൂടെ എന്നൊക്കെ അവൻ ആഗ്രഹിക്കുന്നുമുണ്ട്. അടുത്ത സീനിൽ ക്ലാസ്സിൽ സാറായ മിസ്റ്റർ ഹാൻ വന്ന് വാമ്പയേഴ്സിന്റെ കാര്യങ്ങൾ പറയുന്നതാണ് കാണിക്കുന്നത്. എല്ലാവരും കൂടെ സാറിനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെ വാമ്പയേഴ്സിനെ ഒക്കെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കുന്നതെന്നൊക്കെ. അപ്പോൾ സാറ് തിരിച്ചു പറയാണ്, ഈ ലോകത്ത് എല്ലാവർക്കും ജീവിക്കാൻ അവകാശമുണ്ട്. അതുപോലെ വാമ്പയേഴ്സിനും മനുഷ്യന്മാർക്കും തമ്മിൽ ഒരു ഉടമ്പടിയുണ്ട്. അവർ മനുഷ്യരുടെ ചോര കുടിക്കില്ല എന്ന് വാക്ക് തന്നിട്ടുമുണ്ട്. അത് ഇതുവരെയും അവർ തെറ്റിച്ചിട്ടില്ല.
തെറ്റിച്ചാൽ നല്ല ശിക്ഷയാവും അവർക്ക് ലഭിക്കുക എന്നാണ് പറയുന്നത്. പക്ഷേ ഇതൊക്കെ കേട്ടിട്ടും എല്ലാവർക്കും വാമ്പയേഴ്സ് അവിടെ ജീവിക്കുന്നതിൽ പൊരുത്തപ്പെടാൻ പറ്റണ്ടായിരുന്നില്ല. ജാമിന്റെ അടുത്തിരിക്കുന്ന കൂട്ടുകാരനാണെങ്കിൽ ജസ്റ്റ് കോമഡി എന്ന പോലെ വാമ്പയറായി അഭിനയിച്ച് ജാമിനെ കടിക്കാൻ പോണ പോലെ കാണിക്കുന്നുണ്ട്. ജോക്കാണെങ്കിലും ജാമിന് ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അവൻ വേഗം തന്നെ ആ പയ്യനെ തട്ടി മാറ്റി അവൻ ഇങ്ങനെ ചെയ്യുന്നതൊന്നും ഇഷ്ടമല്ല എന്ന് പറയുന്നു. അടുത്ത സീനിൽ എല്ലാവരും ഫുഡ് കഴിക്കാൻ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. വെളുത്തുള്ളി വാമ്പയേഴ്സിന് ഇഷ്ടമല്ലാന്നും വാമ്പയേഴ്സ് ആരെങ്കിലും ഇവിടെ വന്നാൽ ഞാനിത് അവരെ കൊണ്ട് കഴിപ്പിക്കുമെന്നും ഒരു കുട്ടി പരിഹാസത്തോടെ പറയുന്നുണ്ട്. നമ്മുടെ ബാഗ്മാരി ആണെങ്കിൽ ഫുഡെല്ലാം എടുക്കുന്ന കൂട്ടത്തിൽ വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. അത് കഴിക്കാൻ പാടില്ല എന്ന് അവൾക്ക് അറിയാമെങ്കിലും അവൾ അത് കഴിച്ചുകൊണ്ടിരുന്നു. ഇതേ സമയം ആ വഴി നടന്നുപോയ ജാമിൻ അവൾ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നത് കണ്ട് അവളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവൻ്റെ ഫ്രണ്ട് വന്ന് അവനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ബാഗ്മാരിക്കാണെങ്കിൽ അത് കഴിച്ചിട്ട് ആകെ അസ്വസ്ഥത തോന്നി തുടങ്ങി. അവൾ വേഗം തന്നെ വാഷ്റൂമിലേക്ക് ഓടിയിട്ട് അവിടെ വോമിറ്റ് ചെയ്യുകയാണ്. അതിനുശേഷമുള്ള സീനിൽ അവളുടെ അച്ഛനെയാണ് കാണിക്കുന്നത്. ആളാണെങ്കിൽ ഒരു ഫുട്ബോൾ കളി ടി വിയിലൊക്കെ വെച്ചിരുന്ന് ബ്ലഡ് പാക്കറ്റ് സെറ്റ് ചെയ്യായിരുന്നു. ടൊമാറ്റോ ജ്യൂസിന്റെ പാക്കിലാണ് ബ്ലഡ് എടുത്ത് വെക്കുന്നത്. ആളുകൾക്ക് സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ചിക്കൻ്റെ പീസും ബിയറും എടുത്തിട്ട് മണക്കുകയും ബിയർ കുടിക്കുന്ന പോലെ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അയാൾക്ക് ചിക്കൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് കഴിക്കാനെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അയാൾക്ക് കഴിക്കാൻ പറ്റില്ല. അവരുടെ ഫുഡ് എന്ന് പറയുന്നത് ബ്ലഡാണ്. ഹ്യൂമൻസിൻ്റെ ബ്ലഡ് കുടിക്കുന്നത് തെറ്റായതുകൊണ്ട് ഇവരിങ്ങനെ കോഴിയുടെ ചോര എങ്ങാണ്ടാണ് കുടിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് തന്നെ ആളുടെ വൈഫ് വരുന്നത് മനസ്സിലാക്കി ബാഗ്മാരിയുടെ അച്ഛൻ ആ ചിക്കനും ബിയറും ഒക്കെ ഒളിപ്പിച്ച് വെക്കുകയാണ്. വൈഫാണെങ്കിൽ വന്നിട്ട് ഒരു ഹഗ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് വൈഫിന് ചിക്കൻ്റെ സ്മെല്ല് കിട്ടുന്നത്. ഭർത്താവിനോട് ചോദിക്കുമ്പോൾ ചിക്കനോ ഇവിടെ ചിക്കനൊന്നും ഉണ്ടാവാൻ വഴിയില്ല എന്നൊക്കെ പറയുന്നത്. വൈഫാണെങ്കിൽ എല്ലാവരുടെയും വന്ന് തപ്പിയിട്ട് കബോർഡിൽ വന്ന് നോക്കുമ്പോൾ ദേ ഇരിക്കുകയാണ് ചിക്കൻ. എന്നിട്ട് അയാളെ ചെറുതായിട്ടൊക്കെ വഴക്ക് പറയുന്നുണ്ട്. മനുഷ്യരുടെ പോലെ എന്തിനാണ് ഇങ്ങനെ ചിക്കൻ വെറുതെ വാങ്ങിക്കുന്നതെന്നും ഇതിലെല്ലാം ഇങ്ങനെ പൈസ ചെലവാക്കിയാൽ എവിടെന്ന പൈസ ഉണ്ടാവാന്നൊക്കെ പറഞ്ഞ് ചെറുതായിട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട്. പിന്നെ വൈഫില്ലാത്ത സമയത്ത് ഫുട്ബോൾ കളിച്ച് വെറുതെ പണി വാങ്ങി വയ്ക്കരുതെന്നും ഇവിടെ നിന്ന് വീണ്ടും വേറെ സ്ഥലത്തേക്ക് മാറാൻ പറ്റില്ല എന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ആളുടെ വൈഫ്. ആ സമയത്താണ് അവരുടെ മകൻ ജോസഫ് വരുന്നത്. ഇയാളാണെങ്കിൽ വേഗം ചെന്ന് അവനെ എടുത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേഗം പോവാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനെ കൊണ്ട് ചേർന്ന് എത്തി ബ്ലഡ് കുടിക്കാൻ കൊടുക്കുന്നുണ്ട്. വൈഫാണെങ്കിൽ ഇന്ന് ബ്ലഡിന് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അയാളത് കുടിച്ചു നോക്കിക്കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തിരിച്ചു മറുപടിയും പറയുന്നു. ഈ ടൈമിൽ ബാഗ്മാരി ആണെങ്കിൽ സ്കൂളിലെ ടെറസിൽ പോയിരുന്ന് ജ്യൂസിന്റെ പാക്കറ്റിലുള്ള ബ്ലഡ് കുടിച്ചുകൊണ്ട് ഗിറ്റാർ വായിക്കാനുള്ള പുതിയ ട്യൂൺ എഴുതുവാണ്. താഴെയാണെങ്കിൽ ജോമിൻ അവളെ നോക്കിക്കൊണ്ട് സ്റ്റെക്കായ പോലെ നിൽക്കുവാണ്. മാരിയുടെ ക്യാരക്ടർ മറ്റുള്ളവരിൽ നിന്നും എന്തോ സ്പെഷ്യൽ ആണെന്ന് അവന് തോന്നിയിരുന്നു. അതുപോലെ തന്നെ ഇവന് കുറച്ച് ഇൻട്രസ്റ്റും അവളോടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള സീനിൽ അവളുടെ അമ്മ വർക്ക് ചെയ്യുന്ന ബേക്കറിയിലത്തെ കാര്യം പറയാണ്. അവിടെ എല്ലാവരും വാമ്പേഴ്സിനെ പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് ഹസ്ബൻഡിനോട് പറയുന്നു. ഇത് കേട്ടപ്പോൾ അത് ട്രെയിനിൽ നടന്ന ഇൻസിഡന്റ് കാരണമാവുമെന്നും സെക്ഷൽ ഹറാസ്മെന്റ് കേസായതുകൊണ്ട് ആ വാമ്പയറിന് പരമാവധി ശിക്ഷ ഫുള്ള് കിട്ടുമെന്നും ഹസ്ബൻഡ് പറയുന്നു. ഇതേ സമയം സിറ്റിയുടെ നടുക്ക് ഈ ന്യൂസ് കാണിക്കുന്നുണ്ടായിരുന്നു. അവിടെയും എല്ലാവരും ന്യൂസ് ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു വാമ്പയറിന് ഇതൊന്നും ഇഷ്ടാവാതെ അവിടെ നിന്ന് പോവുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു പെണ്ണ് ജാമിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നതാണ്. അവളുടെ പേരാണ് അഹ്റ. അവൾ അവന് ഗിറ്റാർ പെർഫോമൻസ് നടക്കുന്ന ഒരു സ്ഥലത്തെ ടിക്കറ്റ് കൊടുത്തിട്ട് അവളുടെ അച്ഛൻ വിചാരിച്ചുകൊണ്ട് ഇത് കിട്ടിയെന്നും അവൻ നിന്റെ കൂടെ പോവാമെന്ന് വെച്ചു എന്നും പറയും. ജാമിനാണെങ്കിൽ അത് വേണ്ടാന്ന് പറഞ്ഞ് അത് തിരിച്ചു കൊടുത്തിട്ട് ഞാൻ ഗിറ്റാർ വായിക്കൽ നിർത്തിയെന്നും വീണ്ടും ഇങ്ങനത്തെ പെർഫോമൻസിന് പോയാൽ ശരിയാവില്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കെ അതിൽ കൂടെ ബാഗ്മാരി കടന്നു പോവാണ്. അവൻ വേഗം തന്നെ ഇവളോട് ടിക്കറ്റ് വേറെ ആർക്കെങ്കിലും കൊടുത്തോ ഞാൻ പോവാന്നും പറഞ്ഞ് വേഗം അവിടെ നിന്ന് ബാഗ്മാരിയുടെ പിന്നാലെ ഓടുന്നു. മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ട് അവളോട് മിണ്ടാൻ ശ്രമിക്കുമ്പോഴേക്കും ഡോർ ഓപ്പൺ ആയി. ബാഗ്മാരി ആണെങ്കിൽ അതിൽ കയറി. പിന്നാലെ അവനും കയറി. അവളുടെ അടുത്തിരുന്ന അയാളുടെ സ്റ്റേഷൻ എത്തിയപ്പോൾ ഇറങ്ങി പോവാണ്. ഇവൻ അവളുടെ സീറ്റിന്റെ അടുത്ത് പോയിരുന്നു. ഇവളാണെങ്കിൽ നല്ല ഉറക്കമായിരുന്നു. ഉറക്കത്തിൽ ബാഗ്മാരി ഒരു സ്വപ്നം കാണുകയാണ്. അതിൽ കുറെ പൂക്കൾ അവളുടെ മേത്ത് വീഴുന്നുണ്ടായി. അതിന്റെ ഇടയിൽ അവൾക്ക് നല്ല സ്വീറ്റ് ആയിട്ടുള്ള സ്മെല്ല് കിട്ടുന്നുണ്ട്. അവൾ ആ സ്മെല്ലിന്റെ പിന്നാലെ പോകുന്നു. പക്ഷേ അവൾ സ്വീറ്റ് സ്മെല്ല് അന്വേഷിച്ചു നീങ്ങിയത് ജാമിന്റെ അടുത്തേക്ക് ആയിരുന്നു. ബാഗ്മാരി അവനെ കടിക്കാനാണ് ശ്രമിക്കുന്നത്. ജാമിനാണെങ്കിൽ ഇവൾ ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കാണ്. അപ്പോ അവരുടെ ഫ്രണ്ടിലിരിക്കുന്ന മുത്തശ്ശൻ പിള്ളേരിതെന്തായി കാണിക്കുന്നതെന്ന് ചോദിച്ച് അവിടെ നിന്ന് എണീച്ച് പോവാണ്. ഇവൾ കിസ് ചെയ്യാൻ പോകുന്നത് പോലെയാണ് ഇവന് ഫീൽ ചെയ്യുന്നത്. പെട്ടെന്ന് ഇവൾക്ക് ബോധം വരും. അപ്പൊ തന്നെ അവൾ അവിടെ നിന്ന് എണീച്ചു ഓടും. അതിനിടയ്ക്ക് അവള് ഗിറ്റാറിന്റെ ട്യൂൺസ് എഴുതി വെക്കുന്ന ബുക്ക് നിലത്ത് വീഴുകയാണ്. അത് കാണുന്ന ജാമിൻ ആ ബുക്ക് എടുത്ത് അവന്റെ വീട്ടിൽ കൊണ്ടുപോവാമെന്ന് വെക്കും. വീട്ടിലെത്തി കഴിഞ്ഞ് ജാമിൻ ബാഗ്മാരി കമ്പോസ് ചെയ്ത ട്യൂണൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും.
അവന് ട്യൂൺസൊക്കെ ഇഷ്ടമായതുകൊണ്ട് അവനത് വായിച്ചു നോക്കാനായിട്ട് അവൻ്റെ അമ്മ 14ാമത്തെ ബർത്ത്ഡേക്ക് കൊടുത്ത ഗിറ്റാർ എടുക്കുന്നു. അവനാണെങ്കിൽ ഇതുവരെ അത് എടുത്തു നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഗിറ്റാർ എടുത്തിട്ട് അവൾ കമ്പോസ് ചെയ്ത ട്യൂണ് ഇവൻ പ്ലേ ചെയ്തു നോക്കുമായിരുന്നു. ഇതേ സമയം ബാക്ക് മാരി ട്രെയിനിൽ വെച്ച് നടന്ന ഇൻസിഡന്റ് ഓർക്കും. എന്തുകൊണ്ടാണ് ഹ്യൂമൻ ബ്ലഡ് ഇത്രയും സ്വീറ്റ് എന്നും എന്തുകൊണ്ടാണ് അവൾക്ക് എത്ര ശ്രമിച്ചിട്ടും സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതെന്നും മനസ്സിലായില്ല. ശരിക്കും പറഞ്ഞാൽ ജാമിനാണതെന്ന് ഇവൾ ശ്രദ്ധിച്ചില്ല. അവൾ അവളുടെ വാമ്പയർ വിഷനിൽ ബ്ലഡ് സ്വീറ്റ് ആണെന്ന കാര്യം മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ. പിറ്റേ ദിവസം ക്ലാസ്സിന്റെ ഇടയിൽ ജാമിൻ ബാക്ക് മാരിയെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. ഇതെല്ലാം അവനോട് ക്രഷുള്ള അഹ്റ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അഹ്റയ്ക്കാണെങ്കിൽ ഇതൊന്നും അത്രയ്ക്ക് പിടിക്കുന്നില്ല. ക്ലാസ് കഴിഞ്ഞ് ജാമിൻ പോവാൻ തുടങ്ങുമ്പോൾ കുറെ പെൺകുട്ടികൾ ഇവന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇവരെല്ലാം ജാമിന്റെ ആരാധികമാരാണ് കേട്ടോ. അപ്പോഴാണ് ബാക്ക് മാരി പോകുന്നത് ഇവൻ കാണുന്നത്. സോറി ഞാനിപ്പോൾ ബിസി ആണെന്നും പറഞ്ഞ് വേഗം തന്നെ അവിടെ നിന്നും അവളുടെ പിന്നാലെ മെട്രോ സ്റ്റേഷനിലേക്ക് ഇവൻ ഓടുന്നത് കാറിലിരുന്ന് പോകുന്ന അഹ്റ കാണാണ്. അവളും ഇവനെ ഫോളോ ചെയ്ത് പോകാൻ തീരുമാനിക്കും. ഇവൻ ഓടിച്ചെന്ന് അവൾ ട്രെയിനിൽ കയറുന്നതിന് മുമ്പായി അവളെ പിടിച്ചു നിർത്തും. എന്നിട്ട് അവനോട് ക്ഷമ പറയാനായിട്ട് പറയും. ഇവളുടെ ഭാഗത്തുനിന്ന് റെസ്പോൺസ് ഇല്ലാണ്ടാവുമ്പോൾ ഇവൾ വെച്ചേക്കുന്ന ഹെഡ്ഫോൺ ഇവനെടുത്ത് മാറ്റിയിട്ട് ഇപ്പൊ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. ബാക്ക് മാരി ചോദിക്കും നീ ആരാന്ന്. ഇത് കേൾക്കുമ്പോൾ ഇവൻ ഷോക്കാവും. നിനക്ക് ഞാൻ ആരാന്ന് അറിയില്ലേന്നും ഇവൻ ചോദിക്കും. ഇല്ല നിനക്ക് എന്നെ അറിയോന്ന് തിരിച്ച് നമ്മുടെ ബാക്ക് മാരി ചോദിക്കുന്നുണ്ട്. നമ്മ ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നും ഞാൻ എൻ്റെ ക്ലാസ് പ്രസിഡന്റ് ആണെന്നും ഇവൻ പറഞ്ഞു കൊടുക്കും. ഈ സമയം അവരാണെങ്കിൽ മുമ്പ് നടന്ന ആ മൊമെന്റ് ഓർക്കാണ്. എന്നിട്ട് മനസ്സിൽ പറയുന്നുണ്ട് ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഒരാൾ കൂടെയുള്ളപ്പോൾ ചുറ്റുമുള്ള സമയം ഫ്രീസ് ആവാണ്. എല്ലാവരും അവിടെ നിന്നും അപ്രത്യക്ഷമാവുകയാണ്. ഈ സമയത്ത് എനിക്ക് നിന്നെ മാത്രമേ ഫീൽ ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നും ഇവൻ ആലോചിക്കുകയാണ്. ആലോചനയെല്ലാം കഴിഞ്ഞ സമയത്ത് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് ബാക്ക് മാരി പോവാൻ തുടങ്ങുമ്പോഴേക്കും ഇവൻ അടുത്തേക്ക് വരും. അപ്പോൾ തന്നെ ഇവൾക്ക് സ്വീറ്റ് ബ്ലഡിന്റെ സ്മെല്ല് വരും. അതുകൊണ്ട് അവൾ മൂക്ക് പൊത്തിപ്പിടിക്കും. ഇവൻ കൺഫ്യൂസ്ഡ് ആയിട്ട് എന്തിനാ മൂക്ക് പൊത്തിയെന്ന് ചോദിക്കുമ്പോൾ ഇവൾ പറയും കുളിക്കുമ്പോൾ മര്യാദയ്ക്ക് കുളിക്കണം, അല്ലെങ്കിൽ ഇതുപോലെ സ്മെല്ല് വരുന്നു കള്ളം പറയുവാണ്. ഇവളിങ്ങനെ കള്ളം പറയുന്നത് ഇവള് വാമ്പയർ ആണെന്ന് ആരും മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവനാണെങ്കിൽ സോറി പറയാതെ ഇവളെ വിടുന്നില്ല. എന്തിനു ഞാൻ സോറി പറയണം, എന്താ ഞാൻ ചെയ്തതെന്നൊക്കെ ബാക്ക് മാരി ചോദിക്കുന്നു. ഇവന് അത് പറയാനും പറ്റുന്നില്ല. ഇവൾക്കാണെങ്കിൽ ഇവൾ മിസ്ബിഹേവ് ചെയ്തത് ഇവനോടാണെന്നും ഒന്നും അറിയില്ല. ഇവനെ ആ ടൈമിൽ ശ്രദ്ധിച്ചു പോലും ഇല്ലായിരുന്നു. അതെല്ലാം പോട്ടെ, നീ ഗിറ്റാർ പ്ലേ ചെയ്യുമെന്ന് ജാമിൻ ചോദിക്കുന്നു. ഇല്ലാന്ന് മാറി കുറച്ച് പരിങ്ങളോടെ പറയുമ്പോൾ അവളുടെ ഗിറ്റാർ ബുക്ക് ഇവനെടുത്ത് കൊടുക്കുകയാണ് ഇവൾക്ക്. ബാക്ക് മാരി വേഗം തന്നെ അത് ഇവൻ്റെ നിന്ന് വാങ്ങിച്ചെടുക്കും. ഇതൊക്കെ കണ്ടുകൊണ്ട് അഹ്റ സ്റ്റെയറിന്റെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞു നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് ജാമിന്റെ അമ്മയെയും ജാമിന്റെ സാറായ മിസ്റ്റർ ഹാനിനെയുമാണ്. ജാമിന്റെ അമ്മയാണെങ്കിൽ ഇവന്റെ ഫോട്ടോയൊക്കെ നോക്കിക്കൊണ്ട് ഇവന് ഇത്രയും വലുതായല്ലേ, ഇവനെ കാണാൻ ഒരു ഭംഗിയാന്നൊക്കെ പറയുകയാണ്. അവന്റെ അമ്മ 2ാം വിവാഹം കഴിച്ചതാണ് ഈ മിസ്റ്റർ ഹാനിനെ. മിസ്റ്റർ ഹാൻ ഒരു വാമ്പയർ ആയതുകൊണ്ടും വാമ്പയറിനെ വിവാഹം കഴിച്ചത് കൊണ്ടും അവന്റെ അമ്മയെ ഇപ്പൊ അവൻ വെറുക്കുന്നു. ജാമിന്റെ അമ്മ ജാമിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗിറ്റാർ മിസ്റ്റർ ഹാനിന്റെ കൊടുക്കാണ്. എന്നിട്ട് പറയാണ് ഇത് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ അവൻ മേടിക്കില്ല, അതുകൊണ്ട് നിങ്ങൾ തന്നെ ഇത് കൊടുത്താൽ മതി എന്നൊക്കെ പറയാണ്. ഇതേ സമയം ജാമിൻ വീട്ടിലെത്തിയിട്ട് വേഗം തന്നെ ഷർട്ടൊക്കെ ഒന്ന് മണപ്പിച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് നേരെ വേഗം പോയി കുളിക്കാനൊക്കെ കയറുന്നുണ്ട്. നന്നായി സോപ്പൊക്കെ തേച്ച് കുളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ബാക്ക് മാരി പറഞ്ഞതൊക്കെ ഇവൻ ആലോചിക്കുകയാണ്. അപ്പോൾ ഇവന് തന്നെ ഇങ്ങനെ പ്രാന്ത് പിടിച്ചവനാവും. എന്ത് എന്നെ കാണാൻ ഭംഗിയില്ലാന്നും സ്മെല്ലില്ലാന്നും പിന്നെ എന്നെ ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞത് അവൻ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കണ്ണാടിയിൽ നോക്കിയിട്ട് അവനെ തന്നെ ഇങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്നെ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്, നിനക്ക് കുറെ ഫാൻസ് ഒക്കെ ഉള്ളതല്ലേ എന്നൊക്കെ അവൻ തന്നെ പറയുന്നുണ്ട്. കുളി കഴിഞ്ഞ് വരുമ്പോൾ അവനൊരു കോള് വരാണ്. അതേ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് അവൻ ആ കോള് കട്ടാക്കാണ്. അടുത്തത് കാണിക്കുന്നത് ബാക്ക് മാരിയാണ്. അവളാണെങ്കിൽ അവളുടെ ഗിറ്റാറൊക്കെ താങ്ങി പിടിച്ച് എവിടേക്കോ കയറി പോവുകയാണ്. ഈ സമയം ജാമിൻ മിസ്റ്റർ ഹാനിനെ മീറ്റ് ചെയ്യാണ് ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട്. മിസ്റ്റർ ഹാൻ ആണെങ്കിൽ ജാമിന് വേണ്ടിയിട്ട് ഓറഞ്ച് ജ്യൂസ് ഒക്കെ ഓർഡർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയാണ് നീ ഇവിടെ വന്നിട്ടില്ലല്ലോ ഒരു റെസ്റ്റോറൻറ്റിലേക്ക്, ഇവിടുത്തെ ഓറഞ്ച് ജ്യൂസൊക്കെ ഭയങ്കര സ്പെഷ്യലാണെന്നൊക്കെ പറയുകയാണ്. ജാമിന് ഇയാൾ അത്രയ്ക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ എന്താ കാര്യം എന്ന് വെച്ചാൽ വേഗം പറയും. മിസ്റ്റർ ഹാൻ ആണെങ്കിൽ ഈ ടൈമിൽ പറയുന്നത് ഗിറ്റാറിൻ്റെ കാര്യമാണ്. നിനക്ക് ഗിറ്റാറൊക്കെ ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ സ്കൂളിൽ ഒരു ബാൻഡ് തുടങ്ങിക്കൂടെ, നിനക്ക് ഗിറ്റാറൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നും നിനക്ക് ചെറുപ്പത്തിലെ ബാക്കിയുള്ള പിള്ളേരൊക്കെ ടോയ്സ് ഒക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ ഗിറ്റാറാണ് പ്രാക്ടീസ് ചെയ്തതെന്നൊക്കെ നിന്റെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് പറയും. ഇതൊക്കെ കേൾക്കുന്ന ജാമിന് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. അവൻ പറയും നിങ്ങൾ എൻ്റെ അമ്മയുടെ 2ാം ഭർത്താവ് മാത്രമാണ്, എൻ്റെ അച്ഛനാവാനൊന്നും നോക്കണ്ട, എൻ്റെ 2ാം അച്ഛനാവാനൊന്നും നോക്കണ്ട എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബാൻഡ് തുടങ്ങേണ്ട കാര്യമൊക്കെ നീ പിന്നീട് ആലോചിച്ച് പറഞ്ഞാൽ മതിയെന്ന് മിസ്റ്റർ ഹാൻ പറയും. എന്നിട്ട് നിനക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്നും പറഞ്ഞ് ആ ഗിറ്റാർ മിസ്റ്റർ ഹാൻ
ജാമിന് എടുത്ത് കൊടുക്കുകയാണ്. ഗിറ്റാർ ആയതുകൊണ്ട് തന്നെ ജാമിന് അത് വേണ്ടാന്ന് പറയാനും പറ്റുന്നില്ല. എന്നാൽ നിരുത്സാഹത്തോടു കൂടി അത് വാങ്ങുന്നുണ്ട്. ഗിറ്റാർ വാങ്ങി പോവാൻ തുടങ്ങുമ്പോഴാണ് നേരെ നോക്കുമ്പോൾ നമ്മുടെ ബാഗ്മാരി ഇരിക്കുന്നത് കാണുന്നത്. അവൾ ആ റെസ്റ്റോറൻറ്റിൽ ഗിറ്റാറൊക്കെ വായിച്ച് നല്ല പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവളെ നോക്കിക്കൊണ്ട് ഇവനിങ്ങനെ സ്റ്റക്കായ പോലെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ വെച്ചാണ് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് തീരുന്നത്. തുടർന്നുള്ള എപ്പിസോഡ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇതെൻ്റെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ എൻ്റെ വീഡിയോയ്ക്ക് കമൻറ്റ് ഇടാം, അതുപോലെ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം.